ബംഗാൾ ഒരു കാലത്ത് ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം, വികസനത്തിന്റെ വിളക്കുമാടം. എന്നാൽ ഇന്ന് കണ്ണീരും രക്തവും മാത്രം അവശേഷിപ്പിച്ച ഒരു സംസ്ഥാനമായി ബംഗാൾ മാറിയോ? എവിടെയാണ് ബംഗാളിന്റെ പ്രതാപം? ആരാണ് അതിന് ഉത്തരവാദി? എന്തുകൊണ്ടാണ് ഇന്നും സ്ത്രീകൾക്ക് ആശുപത്രികളിൽ പോലും സുരക്ഷയില്ലാത്തത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ തീപ്പൊരി പ്രസംഗം രാജ്യം ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ്. മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിലാക്കി മോദി നടത്തിയ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സ്ത്രീകൾക്ക് സുരക്ഷയില്ല. മമതാ സർക്കാരിനെതിരെ മോദിയുടെ കടന്നാക്രമണം പ്രധാനമന്ത്രി മോദി നേരിട്ട് മമതാ ബാനർജിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തി. സ്ത്രീ സുരക്ഷ എന്നത് ബംഗാളിൽ വെറും വാക്കാണെന്ന് മോദി തുറന്നടിച്ചു. ഇന്ത്യയിലെ ഒരേ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം. ആർജിക്കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട ദാരുണമായ സംഭവം ഓർക്കുന്നുണ്ടോ? ആ കേസിൽ പ്രതികളെ സംരക്ഷിച്ചത് ആരാണെന്ന് മോദി വെളിപ്പെടുത്തി. അത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഒന്നിനു പുറകെ ഒന്നായി ബംഗാളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സ്വന്തം ആശുപത്രികളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അവർക്ക് രക്ഷയുള്ളത്? മമതയുടെ ഭരണത്തിൽ സ്ത്രീ സുരക്ഷ വെറും തമാശയായി മാറിയിരിക്കുന്നു. വികസനത്തിന് തടസ്സം TMC തന്നെയാണ്. മോദിയുടെ രൂക്ഷ വിമർശനം ബംഗാളിന്റെ വികസനത്തിന് TMC ഒരു വലിയ തടസ്സമായി വർത്തിക്കുകയാണെന്ന് ശക്തമായി തന്നെ ആരോപിക്കുന്നു. ഒരു കാലത്ത് വികസനത്തിന്റെ കേന്ദ്രമായിരുന്ന ബംഗാൾ ഇന്ന് യുവാക്കൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ്. വ്യവസായങ്ങൾ ഓരോന്നായി അടച്ചുപൂട്ടുന്നു. ബംഗാളിന്റെ വികസന പാതയിൽ വിലങ്ങുതടിയായി ഒരു മതിൽ പോലെയാണ് TMC പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യം മാറണമെന്ന് ആഹ്വാനം ചെയ്ത മോദി പൊതുയോഗത്തിൽ പ്രവർത്തകരെ കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിക്കുകയും ചെയ്തു. BJP നൽകുന്ന പ്രതീക്ഷ അസൽ പരിവർത്തൻ എന്നാൽ ബംഗാളിന് ഒരു പുതിയ പ്രഭാതം വാഗ്ദാനം ചെയ്യുകയാണ്. BJP അധികാരത്തിലെത്തിയാൽ ബംഗാളിനെ രാജ്യത്തെ ഏറ്റവും മികച്ച വ്യാവസായിക മേഖലയാക്കി മാറ്റുമെന്നും മോദി പ്രഖ്യാപിച്ചു. TMCയെ പുറത്താക്കിയാൽ ബംഗാളിൽ യഥാർത്ഥ മാറ്റം സംഭവിക്കും. കലാപങ്ങൾ നടക്കുന്ന, പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്ന ബംഗാളിലേക്ക് നിക്ഷേപകർ എന്തിനു വരണം? മോദി ചോദിക്കുന്നു. രാജ്യത്തെ BJP സർക്കാരുകൾ ബംഗാളി ഭാഷയെ ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൂടാതെ പശ്ചിമ ബംഗാളിൽ 5400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി മോദി തുടക്കം കുറിച്ചത് BJPയുടെ വികസന കാഴ്ചപ്പാടിന്റെ തെളിവാണെന്നും ഓർമ്മിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ ബംഗാളിന്റെ രാഷ്ട്രീയ ഭാവിയുടെ ദിശാസൂചിയാണ്. സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത, വികസനം മുരടിച്ച ഒരു സംസ്ഥാനം എന്ന ദുഷ്പേര് മാറാൻ ബംഗാളിന് കഴിയുമോ? തൃണമൂൽ കോൺഗ്രസിനെ പുറത്താക്കി ബംഗാളിനെ വികസന പാതയിലേക്ക് നയിക്കാൻ BJPക്ക് സാധിക്കുമോ? കാലം ഉത്തരം നൽകും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ബംഗാൾ ഒരു മാറ്റത്തിനായി ദാഹിക്കുകയാണ്. ഈ മാറ്റം സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ബംഗാളിന്റെ വികസനത്തിന് തടസ്സം TMC ആണോ എന്നും നിങ്ങളുടെ അഭിപ്രായമായി കമന്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.